തുനിസാ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ പടിഞ്ഞാറ്റുമുറി സ്മാർട്ടിൻ്റെ രണ്ടാമത് ബിരിയാണി ചലഞ്ചിൻ്റെ സ്പോട്ടിലാണ്. ഇതിൽ പോയപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഏകദേശം 135ഓളം ചെമ്പിലാണ് ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള നല്ല പ്രൊഫഷണൽ പണ്ടായി. അത് മാത്രമല്ല, ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും ഒരു ഇതിൽ ഭക്ഷണം ഉണ്ടാക്കാനും അതിനുള്ള പണ്ടാരികൾ, അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള വിറക് കാര്യങ്ങൾ, പിന്നെ ഇത്രയും ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള അതിൻ്റെ ഇത്, പിന്നെ ഈ അതിന് എന്താ പറയുക കണ്ടെയ്നറുകൾ, പിന്നെ നാളെ നേരം വെളുത്തുമ്പോഴത്തിന് ഇത് പാക്ക് ചെയ്യാനാണ്. 11 മണിയാകുമ്പോഴത്തിന് എല്ലാവരും വീട്ടിൽ എത്തിക്കുന്നതാണ് പറഞ്ഞത്. അതങ്ങനെ കോർഡിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു കുളിർമയും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും സ്മാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏരിയയിൽ പടിഞ്ഞാറ്റുമുറി കൂടലങ്ങാടി ഏരിയയിലെ സ്മാർട്ടിൻ്റെ അന്ന് ആശ്രയിക്കാത്ത ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിന് അവർക്ക് ഒരു എന്താ പറയുക, അതുപോലെ നല്ല ഉദ്ദേശം പഠിച്ചവന് റാത്തായി കൊടുക്കട്ടെ. നമ്മളെ സ്മാർട്ടിന് ഒരുപാട് ഉന്നതമായ വിജയങ്ങൾ എത്തിക്കാൻ ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ചവരും പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടിയൊക്കെ നല്ല വിധത്തിൽ വിജയിച്ചിട്ട് നമ്മളെ പോലെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ ഉദ്ദേശിച്ച ലെവലിലുള്ള വരുമാനം നല്ല രീതിയിൽ ഇന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അവർക്കും വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ്.